അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ക്ലാസ്സിൻ്റെ 60-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരികയായിരുന്നോ, പോവുകയായിരുന്നോ എന്നീ കാര്യങ്ങൾ ചോദിക്കാനാണ് പഠിച്ചത്. അതിൻ്റെ തൊട്ടുമുമ്പുള്ള ക്ലാസ്സിൽ അവൻ ഉറങ്ങുകയായിരുന്നു, ഈ രീതിയിലുള്ള പാഠം അത് പറയാനാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ അവരെ കണ്ടപ്പോൾ അവർ ഉറങ്ങുകയായിരുന്നില്ല എങ്ങനെ പറയും എന്നുള്ളതാണ്. അപ്പം ഞാൻ അവരെ കണ്ടപ്പോൾ എന്നുള്ളത് വെൻ ഐ സോ ദം എന്ന് നമുക്ക് പറയാം. അത്തരം സെൻറ്റൻസുകൾ നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടില്ല, ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. വെൻ ഐ സോ ദം, ഞാൻ അവരെ കണ്ടപ്പോൾ അവർ ഉറങ്ങുകയായിരുന്നില്ല എന്നതിന് ദേ വേർ ഇൻ സ്ലീപ്പിംഗ് എന്ന് പറയണം. അപ്പോൾ ഫസ്റ്റ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്യഘടന എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ വാസിൻറ്റ് ഓർ വേറിൻറ്റ്, ദെൻ വെർബ് പ്ലസ് ING. ഇതാണ് ഇന്നത്തെ നമ്മുടെ വാക്യഘടന. സബ്ജക്റ്റ് പ്ലസ് വാസിൻറ്റ് ഓർ വേറിൻറ്റ്, ദെൻ വെർബ്, ദെൻ ING. വെർബ് പ്ലസ് INGയോടുകൂടെ നാം ആ സെൻറ്റൻസിൻ്റെ ഒരു പൂർത്തീകരണം കാണുന്നതാണ്. പിന്നീട് നമുക്ക് ആവശ്യാനുസരണം മറ്റു വാക്കുകൾ ചേർത്ത് അതിനെ വിപുലമാക്കാം, വലുതാക്കാം എന്ന് മാത്രം. അപ്പോൾ അവർ ഉറങ്ങുകയായിരുന്നില്ല. അവർ എന്നതിൻ്റെ സബ്ജക്റ്റ് ദേ എന്നതിനോട് യോജിക്കുന്നത് വാസിൻറ്റ് വേറിൻറ്റ് എന്നതിൽ നിന്ന് വേറിൻ്റാണ്. അപ്പോൾ ദേ വേറിൻറ്റ് സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയായിരുന്നില്ല. യു എന്നതും ഇത് വേറിൻറ്റ് എന്നതിനോടുകൂടെ തന്നെയാണ് ചേരുന്നത്. അപ്പോൾ യു വെറിൻറ്റ് സ്ലീപ്പിംഗ്, നീ ഉറങ്ങുകയായിരുന്നില്ല. വെൻ ഐ സോ യു വെറിൻറ്റ് സ്ലീപ്പിംഗ്, ഞാൻ നിന്നെ കണ്ടപ്പോൾ നീ ഉറങ്ങുകയായിരുന്നില്ല. വെൻ ഐ സോ യു വെറിൻറ്റ് ഡ്രൈവിംഗ്, ഞാൻ നിന്നെ കണ്ടപ്പോൾ നീ ഡ്രൈവ് ചെയ്യുകയായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ അവൻ അത് ചെയ്യുകയായിരുന്നില്ല, അവൾ ഉറങ്ങുകയായിരുന്നില്ല എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്യഘടനയാണ് ഇന്ന് നാം പഠിച്ചത്. മറ്റു ചില ഉദാഹരണങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഷീ വാസിൻറ്റ് സിംഗിങ്, അവൾ പാടുകയായിരുന്നില്ല. വെൻ ഐ സോ ഹർ, ഞാൻ അവളെ കണ്ടപ്പോൾ ഷീ വാസിൻറ്റ് സിംഗിങ്, അവൾ പാടുകയായിരുന്നില്ല. വെൻ ഐ സോ ഹർ, ഷീ വാസിൻറ്റ് കമ്മിങ് ഫ്രം ഹർ ഹൗസ്, ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ അവളുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നില്ല. ഷീ സബ്ജക്റ്റ്, ദെൻ വാസിൻറ്റ്, ദെൻ വെർബ് പ്ലസ് ING. ഷീ വാസിൻറ്റ് സിംഗിങ്, അവൾ പാടുകയായിരുന്നില്ല. അവൻ പഠിപ്പിക്കുകയായിരുന്നില്ല എന്നാണെങ്കിലോ, ഹി വാസിൻറ്റ് ടീച്ചിങ്, അവൻ പഠിപ്പിക്കുകയായിരുന്നില്ല. ദെൻ ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ വാസിൻറ്റ്, വെർബ് പ്ലസ് ING, ടീച്ചിങ്. ഹി വാസിൻറ്റ് ടീച്ചിങ്, അവൻ പഠിപ്പിക്കുകയായിരുന്നില്ല. അവൻ ഉറങ്ങുകയായിരുന്നില്ല, ഹി വാസിൻറ്റ് സ്ലീപ്പിംഗ്. അവൻ ഓടുകയായിരുന്നില്ല, ഹി വാസിൻറ്റ് റണ്ണിങ്. അവൻ കളിക്കുകയായിരുന്നില്ല, ഹി വാസിൻറ്റ് പ്ലേയിങ്. ഈ രീതിയിലാണ് നമ്മളതിനെ പറയേണ്ടത്. അപ്രകാരം തന്നെ നമുക്ക് ഇറ്റ് വാസിൻറ്റ് റൈനിങ്, മഴ പെയ്യുകയായിരുന്നില്ല. ഇറ്റ് എന്നത് ഇവിടെ സബ്ജക്റ്റാണ്. ദെൻ വാസിൻറ്റ് നമ്മൾ ഓക്സിലറി വിത്ത് നോട്ട് കൊടുത്തു. ദെൻ വെർബ് പ്ലസ് ING, റൈനിങ്. ഇറ്റ് വാസിൻറ്റ് റൈനിങ്, മഴ പെയ്യുകയായിരുന്നില്ല. യെസ്റ്റർഡേ ഇറ്റ് വാസിൻറ്റ് റൈനിങ്, ഇന്നലെ മഴ പെയ്യുകയായിരുന്നില്ല. ഇതിൻ്റെ പോസിറ്റീവ് നമുക്കറിയാം, മഴ പെയ്യുകയായിരുന്നു എന്നാണെങ്കിൽ വാസിൻ്റെ കൂടെ നോട്ട് അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കിയാൽ ഇറ്റ് വാസ് റൈനിങ്, യെസ്റ്റർഡേ ഇറ്റ് വാസ് റൈനിങ്, ഇന്നലെ മഴ പെയ്യുകയായിരുന്നു എന്നുള്ള അർത്ഥം കിട്ടും. അതിൻ്റെ നെഗറ്റീവായിട്ടാണ് വാസ് എന്നതിനോടുകൂടെ നോട്ട് ചേർത്ത് അതിൻ്റെ ചുരുക്കരൂപം കൺട്രാക്ഷനാണ് ഇറ്റ് വാസിൻറ്റ് റൈനിങ്, മഴ പെയ്യുകയായിരുന്നില്ല. യെസ്റ്റർഡേ ഇറ്റ് വാസിൻറ്റ് റൈനിങ്, ഇന്നലെ മഴ പെയ്യുകയായിരുന്നില്ല. യെസ്റ്റർഡേ ഇറ്റ് വാസിൻറ്റ് റൈനിങ്, ഇന്നലെ മഴ പെയ്യുകയായിരുന്നില്ല എന്ന് നമുക്ക് ഇതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുന്നതാണ്. ഇപ്രകാരമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ സഹോദരൻ വരികയായിരുന്നില്ല, ഇന്നലെ സഹോദരൻ വരികയായിരുന്നില്ല. യെസ്റ്റർഡേ മൈ ബ്രദർ വാസ് ഇൻ കമ്മിങ്, ഇന്നലെ അവൻ പോവുകയായിരുന്നില്ല. യെസ്റ്റർഡേ ഹി വാസ് ഇൻ ഗോയിങ്. ഇങ്ങനെ നമുക്ക് ഇതിനെ പല സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഏതൊരു ബഹുവചനത്തിൻ്റെയും കൂടെ നമുക്ക് വേറിൻറ്റ് എന്നാണ് മധ്യത്തിൽ വെക്കേണ്ടി വരിക. ഇപ്പോൾ ബ്രദർ ആൻഡ് സിസ്റ്റർ വെർ ഇൻ സ്ലീപ്പിംഗ്, സഹോദരനും സഹോദരിയും ഉറങ്ങുകയായിരുന്നില്ല. സഹോദരനും സഹോദരിയും വരികയായിരുന്നില്ല. ബ്രദർ ആൻഡ് സിസ്റ്റർ വെർ ഇൻ കമ്മിങ് എന്നിങ്ങനെ നമുക്ക് ബഹുവചനങ്ങളുടെ കൂടെ എല്ലാം വേറിൻറ്റ് എന്നാണ് മധ്യത്തിൽ വെക്കേണ്ടത്. ദേ ആണെങ്കിലും അത് വി ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഏത് ബഹുവചനമാണെങ്കിലും ഇത്തരത്തിലാണ് അതിൻ്റെ സെൻറ്റൻസുകൾ വരിക. ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ല. ബോയ്സ് വെർ ഇൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഫസ്റ്റ് ബോയ്സ് എന്ന ഒരു സബ്ജക്റ്റ് ഇവിടെ കൊടുക്കുക, അതിനുശേഷം വേറിൻറ്റ്, അതിനുശേഷം കളിക്കുകയായിരുന്നില്ല എന്നതിനെ അറിയിക്കാനുള്ള വെർബ് പ്ലേ വിത്ത് ING. പ്ലേ എന്നതിൻ്റെ വെർബിൻ്റെ കൂടെ ING ചേരുമ്പോൾ
ബോയ്സ് വെർ ഇൻ പ്ലേയിങ് ക്രിക്കറ്റ്. ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ല എന്നർത്ഥം കിട്ടും. അപ്പോൾ ഏതൊരു ബഹുവചനത്തിൻ്റെയും കൂടെ നമുക്ക് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വെറിൻറ്റ് എന്ന് മധ്യത്തിൽ ചേർക്കുക, അതിനുശേഷം വെർബ് പ്ലസ് ing ചേർക്കുക. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു വാക്യഘടന നമ്മൾ വളരെയധികം ശീലിച്ചു കഴിഞ്ഞാൽ നിത്യജീവിതത്തിലെ ഓരോ ആവശ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ പറയേണ്ടി വരും. അതുകൊണ്ട് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് വളരെ കൃത്യവും വ്യക്തവുമായി ഇതിനെ പഠിച്ചു വെക്കുക. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.